ഇവിടെ കേരളത്തിൽ നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് സഹിക്കാൻ പറ്റാത്ത തരത്തിലെ ചൂട് തന്നെയാണ്. അതേപോലെ അതികഠിനമായ വേനൽ ചൂടിൽ നട്ടം തിരികെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ. അപ്പോഴാണ് ഈ ചൂടിന് വിചിത്രമായ ഒരു പ്രതിവിധിയുമായി കേന്ദ്ര മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വരുന്നത്. കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ പോക്കറ്റിൽ ഒരു സവാള കരുതണം എന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഉപദേശം. മധ്യപ്രദേശിലെ ശിവപുരിയിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം. ആധുനികമായ എയർ കണ്ടീഷനുകളെക്കാളും മറ്റ് സംവിധാനങ്ങളെക്കാളും ഇത്തരം പരമ്പരാഗത രീതികളെ വിശ്വസിക്കാനാണ് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാറിലോ ഇരിക്കുന്ന സ്ഥലത്തോ AC ഉപയോഗിക്കാറില്ല. മെയ് ജൂൺ മാസങ്ങളിലെ 51 ഡിഗ്രി ചൂടിൽ പോലും ആളുകൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും ഇത് ചമ്പൽ ചർമ്മമാണെന്ന്. മറ്റൊരു കാര്യം കൂടി പറയാം, കാഴ്ചയിൽ എനിക്ക് പ്രായക്കുറവ് തോന്നിക്കുമെങ്കിലും എൻ്റെ മനസ്സ് പഴയതാണ്. അതിനാൽ നിങ്ങളുടെ കീശയിൽ എപ്പോഴും ഒരു സവാള കരുതും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും വലിയ പെട്ടികളുമായി, അതായത് ആധുനിക ഉപകരണങ്ങളുമായി നടക്കുകയാണ്. എന്നാൽ വാർത്താവിനിമയ മന്ത്രി കൂടെ കൊണ്ടു നടക്കുന്നത് സവാളയാണ്. ഇതൊക്കെ പഴയ രീതികളാണ്. ആയുർവേദം പുരോഗമിക്കുമ്പോൾ ഇത്തരം പരമ്പരാഗത അറിവുകളെ നമ്മൾ മറന്നു പോകരുതെന്നും മന്ത്രി പറയുന്നു. ചമ്പൽ പ്രദേശുകാരുടെ കരുത്തുള്ള ചർമ്മമായതുകൊണ്ടാണ് ഇത്രയും ചൂടിനെ AC ഇല്ലാതെ നേരിടാൻ തനിക്ക് സാധിക്കുന്നത്. പോക്കറ്റിൽ ഒരു ഉള്ളി കൂടി കരുതുകയാണെങ്കിൽ ചൂട് മൂലമുള്ള പ്രശ്നങ്ങൾ ഏൽക്കില്ലെന്നും വാർത്താവിനിമയ മന്ത്രിയായ താൻ ഇന്നും സവാള എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവന പുറത്തു വരുന്നത് രാജ്യം അതീവ ഗുരുതരമായ താപ തരംഗത്തിലൂടെ കടന്നുപോകുമ്പോഴാണ്. നിലവിൽ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും താപനില 40 മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുകയാണ്. രാജസ്ഥാനിലെ ബാർമറിലാണ് കഴിഞ്ഞ 24 മണിക്കൂറുടെ ഏറ്റവും ഉയർന്ന താപനിലയായ 46.4 എന്ന് രേഖപ്പെടുത്തി. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഭൂരിഭാഗം ജില്ലകളും നിലവിൽ കടുത്ത താപതരംഗത്തിന്റെ പിടിയിലാണ്. വരും ദിവസങ്ങളിൽ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ചൂടുകാലത്ത് സവാള കൂടെ കരുതുന്ന രീതി വടക്കേ ഇന്ത്യയിലെ ചില ഗ്രാമീണ മേഖലകളിൽ നിലനിൽക്കുന്ന വിശ്വാസമാണെങ്കിലും ഇതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ഉച്ച സമയത്ത് നേരിട്ട് വെയിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നുമാണ് അധികൃതർ നൽകുന്ന ഔദ്യോഗിക നിർദ്ദേശം. പ്രായമായവർ, കുട്ടികൾ, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ എന്നിവർ നിലവിലെ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ 2019 മധ്യപ്രദേശിൽ കോൺഗ്രസിനായി മത്സരിക്കുമ്പോഴും ജ്യോതിരാദിത്യ സിന്ധ്യ പോക്കറ്റിൽ ഒരു സവാളയുമായിട്ടാണ് വന്നത്. ഇത് മാധ്യമങ്ങൾ അന്നും വലിയ ചർച്ചയാക്കിയിരുന്നു. എന്നാൽ സിന്ധ്യ ഉള്ളിവില കുറയുന്നത് ചൂണ്ടിക്കാണിച്ചതാണെന്ന് സോഷ്യൽ മീഡിയ അന്ന് പറഞ്ഞിരുന്നു. കാരണം അന്ന് രാജ്യത്ത് ഉള്ളിവില ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ പ്രചാരണ വേദിയിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത് ഇന്ന് നല്ല ചൂടുണ്ട്, ചൂടുള്ളപ്പോൾ നിങ്ങൾ തല മറയ്ക്കുകയും ഒരു സവാള പോക്കറ്റിൽ കരുതുകയും വേണം എന്നാണ്. മെയ് 12 നിങ്ങൾ തലമറിച്ച് വോട്ട് ചെയ്യാനെത്തണമെന്നും ഈ സവാള കൊണ്ട് BJPയെ തോൽപ്പിക്കണമെന്നും അന്ന് സിന്ധ്യ പറഞ്ഞിരുന്നു. സിന്ധ്യ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു. രാഹുൽ ബ്രിഗേഡിന്റെ 1ാം നിരക്കാരനായി കോൺഗ്രസ്സുകാർ കണ്ട നേതാവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. രാജസ്ഥാനിൽ നിന്നുള്ള സച്ചിൻ പൈലറ്റിനൊപ്പം രാഹുലിന്റെ വിശ്വസ്തനായ യുവരക്തമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ അന്ന് വിളിച്ചിരുന്നു. പക്ഷേ നിർണായകമായ ഒരു സമയത്ത് അധികാരത്തിന്റെ കൊതിയിൽ സർക്കാരിനെ അട്ടിമറിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ BJPക്കൊപ്പം പോയി. മധ്യപ്രദേശിൽ കോൺഗ്രസ് പൊരുതി നേടിയ വിജയം സിന്ധ്യയുടെ ആ കാലുവാരലിലൂടെ തകർന്നു വീണപ്പോൾ 1 വർഷവും 97 ദിവസവും മാത്രം പ്രായമുള്ള കമൽനാഥ് സർക്കാർ നിലംപൊത്തി. BJPക്കൊപ്പം പോയ സിന്ധ്യ പിന്നീട് കേന്ദ്രമന്ത്രിയായി. എന്നാൽ ഇപ്പോഴും അദ്ദേഹം ആ സവാള കൂടെ കൊണ്ട് നടക്കുകയാണ്.